السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറുഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകളും അതുപോലെ നിസ്കാരത്തിൻ്റെ റുക്നുകളും ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ദർസ് വരെ നിസ്കാരത്തിൻ്റെ റുക്നുകളിൽ 12 റുക്നുകളാണ് ആകെ നമ്മൾ പറഞ്ഞത്. അഥവാ 11ാമത്തേത് അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ്. വൽ ജുലൂസു ലഹു, 12ാമത്തേത് അതിനുവേണ്ടി ഇരിക്കുക എന്നതാണ്. തശഹുദിൻ്റെ അർത്ഥം ചുരുങ്ങിയ രൂപത്തിൽ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം വിശദീകരിച്ചത് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തശഹുദിൻ്റെ ഇരുത്തവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുന്നേ നമ്മൾ മനസ്സിലാക്കിയതാണ്. 13ാമത്തെ റുക്നായി ഷെയ്ഖ് റഹിമഹുല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ് ഇവിടെ സൂചിപ്പിച്ചത്. നിസ്കാരത്തിൽ തശഹുദിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അവസാനത്തെ തശഹുദിൽ റുക്നായിക്കൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്വലാത്തിൻ്റെ രൂപം, അതിലേറ്റവും ചെറിയ ഒരു രൂപമാണ് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തത്. അഥവാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ ഒരു രൂപമാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്തത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു. മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചെയ്യുക. ഈ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ സഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചതായി നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് സലാം പറയൽ നമുക്കറിയാം, അള്ളാഹുവിടെ സ്വലാത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അതിൻ്റെ രൂപം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂലു, നിങ്ങളിങ്ങനെ പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമുക്ക് കാണാം. ഇതിൽ തന്നെ അല്ലാഹുമ്മ ബാരിക് എന്നതിന് പകരം വബാരിക് എന്ന് കാണാം. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ, അതിൻ്റെ കൂടെ വ അസ്വാജിഹി വ ദുർരിയാതിഹി എന്ന് നമുക്ക് കാണാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ സ്വലാത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്ത് റിവായത്ത് ചെയ്തതായി നമുക്ക് കാണാം. ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ സ്വലാത്ത് കൊടുത്തതിൻ്റെ രൂപം നമ്മൾ കണ്ടു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ
വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നിർബന്ധമായ ഒരു രൂപമാണ്, ഇതെങ്കിലും പറഞ്ഞിരിക്കണം. അതിൻ്റെ വിശദീകരണം ബാക്കി ഷെയ്ഖ് പറയുന്നുണ്ട്. വബാരിക് മുതൽ അങ്ങോട്ടുള്ള സ്വലാത്തിൻ്റെ ബാക്കിയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇനി എന്താണ് ഈ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേലും. കമാ സ്വല്ലൈത, അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്തതുപോലെ അലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചെയ്തതുപോലെ. ഇന്നക, തീർച്ചയായും അല്ലാഹുവേ നീ ഹമീദുൻ മജീദ്, നീ സ്തുത്യർഹനാണ്, അതുപോലെ അതിമഹത്വമുള്ളവനാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ഇനി ഓരോന്നും ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നു. അസ്സലാത്തു മിനല്ലാഹ്, അള്ളാഹുവെ നീ സ്വലാത്ത് ചെയ്യണേ എന്ന് നമ്മൾ ചോദിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്? അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്താണ്? സനാഉഹു അലാ അബ്ദിഹി ഫിൽ മലഇൽ അഅ്ലാ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അത്യുന്നതരായ അവൻ്റെ സന്നിധിയിലുള്ള മലക്കുകളുടെ അരികിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടിമയെ പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്. എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കുകളുടെ അരികിൽ വെച്ച് അള്ളാഹു അവൻ്റെ അടിമയെ പുകഴ്ത്തി പറയും, പ്രശംസിച്ചു പറയും. അതാണ് റബ്ബിൻ്റെ സ്വലാത്ത്. കമാ ഹക്കൽ ബുഖാരി ഫി സഹീഹി അൻ അബിൽ ആലിയ റഹിമഹുല്ലാ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബുൽ ആലിയ എന്ന താബിഈ അദ്ദേഹത്തിൽ നിന്നും എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്, എന്താണ് മലക്കുകളുടെ സ്വലാത്ത്, എന്താണ് മുഅ്മിനുകളുടെ സ്വലാത്ത് എന്ന് വിശദീകരിച്ചതായി നമുക്ക് കാണാം. അത് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുക്കുകയാണ്. സലാത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു അലാ അബ്ദിഹി ഫിൽ മലഇൽ അഅ്ലാ, അള്ളാഹുവിൻ്റെ അടിമയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ള ഉന്നതരായ ആളുകളുടെ മലക്കുകളുടെ അരികിൽ വെച്ച് പുകഴ്ത്തുക എന്നതാണ്. വമിനൽ മലായിക, മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു എന്ന് ആയത്തിൽ നമുക്ക് കാണാം. എന്താണ് മലക്കുകളുടെ സ്വലാത്ത്? അൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്, പൊറുക്കലിനെ തേടുക, അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് മലക്കുകളുടെ സ്വലാത്ത്. വമിനൽ ആദമിയീൻ, മനുഷ്യന്മാരുടെ, അള്ളാഹു മുഅ്മിനുകളോട് പറഞ്ഞല്ലോ, അവരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആഉ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. ഇതാണ് സ്വലാത്തിൻ്റെ അർത്ഥം. ഇത് താബിഈങ്ങളിൽ പ്രമുഖനായ അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ സ്വലാത്തിൻ്റെ അർത്ഥം ഇതാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പുകഴ്ത്തുമെന്നാണ്, അള്ളാഹു പ്രശംസിക്കുമെന്നാണ്. അതുപോലെ മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യും, പ്രാർത്ഥിക്കുമെന്നാണ്. മനുഷ്യന്മാരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. ഷെയ്ഖ് പറയുന്നു, വബാരിക് വമാ ബഅദഹാ മിനദ് ദുആഇ സുനനു അഖ്വാലിൻ, സ്വലാത്തിൻ്റെ ബാക്കി ഭാഗം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന ആ ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ബറക്കത്തിനെ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഭാഗം സുനനു അഖ്വാലിൻ, അത് സുന്നത്തിൽപ്പെട്ടതാണ്. അഥവാ അതൊരാൾ പറയാതെയാണ് നിസ്കാരം പൂർത്തീകരിക്കുന്നത് എങ്കിൽ അയാളുടെ നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. അത് സുന്നത്തിൻ്റെ പരിധിയിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ റുക്കുൻ അത് വീടണമെങ്കിൽ ഈ പറഞ്ഞ ചെറിയ രൂപമെങ്കിലും പറഞ്ഞിരിക്കണം. അതിൻ്റെ ആദ്യ ഭാഗം, സ്വലാത്തിൻ്റെ ആദ്യ ഭാഗമെങ്കിലും പറഞ്ഞിരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അത് പറഞ്ഞാൽ റുക്കൻ പൂർത്തിയായി. അത് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ റുക്കൻ പൂർത്തിയായി. അതിനുശേഷമുള്ള വബാരിക് അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് എന്ന് തുടങ്ങി സ്വലാത്തിൻ്റെ പൂർണ്ണ രൂപം അത് സുന്നത്താണ് എന്ന് പറഞ്ഞാൽ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യലാണ് ഉത്തമം. പക്ഷെ നമ്മുടെ നിസ്കാരവുമായി, നിസ്കാരത്തിൻ്റെ സിഹത്തുമായി, റുക്കിനുമായി അതിനെന്തില്ല, ബന്ധമില്ല എന്ന് ചുരുക്കം. പണ്ഡിതന്മാർക്കിടയിൽ സ്വലാത്തിൻ്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാം.
ഫിഖഹിന്റെ കിതാബുകളിൽ ഫുഖഹാക്കൾക്കിടയിൽ സ്വലാത്ത് റുക്നാണോ അതല്ല വാജിബാണോ, അഥവാ ഒരാൾ സ്വലാത്ത് ചൊല്ലാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക, അയാളുടെ നിസ്കാരം ആ റക്അത്ത് പോയി പോകുമോ, അതല്ല അയാൾ പിന്നീട് സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതിയോ എന്നൊക്കെ ചർച്ചകൾ നമുക്ക് കാണാം. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതല്ലെങ്കിൽ ഹംബലി മദ്ഹബിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വലാത്ത് റുക്നാണ് എന്നാണ്. ഈ വാക്ക് ആരാണ് ഈ പറയുന്നത്? വഹാബി എന്ന് ചേർത്തി വിളിക്കപ്പെടുന്ന ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് റുക്നാണ് എന്ന് പഠിപ്പിക്കുന്നത്. പൊതുവെ വഹാബി എന്ന് ആളുകൾ പറയാറുള്ളത്, പരിഹസിക്കാറുള്ളത് എന്തിന്റെ പേരിലാണ്? ഇവർക്ക് സ്വലാത്തില്ല, നബിയില്ല, ഔലിയാക്കന്മാരില്ല, അമ്പിയാക്കളില്ല, ദിക്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ നോക്കൂ, അത്ഭുതകരമാണ്. ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം സ്വലാത്ത് റുക്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. സ്വലാത്ത് ഒരാൾ ചൊല്ലാതിരുന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അവസാനത്തെ തശഹൂദിലെ സ്വലാത്ത് ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം പൂർത്തിയാവുകയില്ല. അയാൾ സലാം വീട്ടി എങ്കിൽ എന്ത് വേണം? അടുത്ത സമയമാണെങ്കിൽ വേഗം ഒരു റക്അത്ത് നിസ്കരിക്കണം. അതല്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിസ്കാരം തന്നെ പൂർത്തീകരിച്ച് മടക്കി നിസ്കരിക്കണം. അപ്പൊ നോക്കൂ, സ്വലാത്തിന്റെ പ്രാധാന്യം ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുന്നു. സാന്ദർഭികമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ സഹോദരങ്ങളെ, 13 റുക്നുകളായി. ഇനി 14-ാമത്തെ റുക്ൻ അത്തസ്ലീമത്താൻ, 2 സലാമാണ്. നിസ്കാരത്തിൽ നിന്നും വിരമിക്കാനുള്ള 2 സലാമാണ് 14-ാമത്തെ റുക്ൻ. അതിനു മുന്നേ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളിൽ നിന്നും കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് താബിഈങ്ങൾക്കിടയിൽ തന്നെ നിർബന്ധമാണ്. അതൊരാൾ ചെയ്യാതിരുന്നാൽ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും എന്നുവരെ അഭിപ്രായമുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ മുസ്തഹബാണ്, സുന്നത്താണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ആ 4 കാര്യങ്ങൾ എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ. നിങ്ങളിൽ ഒരാൾ തശഹുദ് ചൊല്ലിയാൽ അതിനുശേഷം 4 കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. യഖൂൽ, അവൻ ഇപ്രകാരം പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അള്ളാഹുവെ, കത്തിയെരിയുന്ന നരകശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി, ജീവിതത്തിന്റെ സന്ദർഭത്തിലും മരണത്തിന്റെ സന്ദർഭത്തിലും ഉണ്ടാകുന്ന ഫിത്നയെ, പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ശർരി ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇത് നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചോദിക്കൽ, ചൊല്ലൽ, ദുആ ചെയ്യൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമാണ് എന്ന് മഹാനായ താവൂസ് താബിഇയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. എത്രത്തോളം? ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന പരമ്പര പരിശോധിച്ചു നോക്കിയാൽ ഈ ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് ശേഷമുള്ള താബിഈ താവൂസാണ് റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് വളരെ കണിശമായി കണ്ടിരുന്നു. എത്രത്തോളം? ആ റിവായത്തിൽ നമുക്ക് കാണാം, ഖുർആനിലെ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് വന്നു കിട്ടിയിരിക്കുന്നു, അന്ന താവൂസൻ ഖാല ലിബ്നിഹി, ഇമാം താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം മകനോടൊരിക്കൽ ചോദിക്കുകയുണ്ടായി, അദഅൗത ബിഹാ ഫീ സ്വലാത്തിക്, ഈ 4 കാര്യങ്ങൾ നിസ്കാരത്തിൽ നീ പ്രാർത്ഥിച്ചുവോ, നീ കാവലിനെ ചോദിച്ചുവോ? ഫഖാല, മകൻ പറഞ്ഞു ഇല്ല, അത് പറയാതെയാണ് അവൻ സലാം വീട്ടിയത് എന്ന് മകൻ പറഞ്ഞു. ഖാല, താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം മകനോട് പറഞ്ഞു, അഇദ് സ്വലാതക്, നീ നിന്റെ നിസ്കാരം മടക്കി നിസ്കരിക്കുക. ഇപ്പൊ നോക്കൂ, താബിഈങ്ങളിൽ പ്രമുഖരായ ആളുകൾ ഇത് വളരെ നിർബന്ധമായി കണ്ടിരുന്നു. എന്നാൽ ശരിയായ അഭിപ്രായ പ്രകാരം അത് മുസ്തഹബാണ്, നിസ്കാരം മടക്കേണ്ടതില്ല. ഈ പ്രാർത്ഥനയുടെ ഗൗരവം പഠിപ്പിക്കാനായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ മകനോട് നിസ്കാരം മടക്കി നിസ്കരിക്കാൻ പറഞ്ഞത്. വല്ലാഹു അലം. ഏതായാലും
സലാം വീട്ടുന്നതിന് മുന്നേ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ മറക്കരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സന്ദർഭം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം ദുആഇന് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ثم ليتخير من المسألة ما شاء. തശഹുദും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. അഥവാ ഖുർആനിലും സുന്നത്തിലും വന്ന ദീനിനും ദുനിയാവിനും ഉപകാരപ്രദമായ പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സന്ദർഭം. ഇപ്പം ഇമാമ് കുറേ സമയം പ്രാർത്ഥിക്കാൻ സമയമെടുത്താൽ നമ്മൾ വെറുതെ ഇരുന്ന് പലതും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക ആ സമയത്ത്. ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാന്യ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖേ, ഞാനിത് കേൾക്കുന്നതിന് മുന്നേ ഇമാം സലാം വീട്ടാൻ ഒരുപാട് വൈകിയാൽ ഞാൻ തശഹൂദ് 2 തവണ ചൊല്ലാറാണ് പതിവ്. ഇപ്പോൾ ഷെയ്ഖ് ഇത് പറഞ്ഞതുകൊണ്ട് വളരെ നന്നായി, അതല്ലെങ്കിൽ തശഹൂദ് തന്നെ ആവർത്തിച്ച് ചൊല്ലാറായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മളിത് പഠിക്കണം, ആ സമയം ഉപകാരപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 14ാമത്തെ റുക്കിൻ ഷെയ്ഖ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. 14ാമതായി നമ്മൾ പഠിക്കേണ്ട റുക്കിൻ അത്തസ്ലീമത്താൻ, 2 സലാം വീട്ടുക എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതാണ് സലാം പറയുന്നതിൻ്റെ രൂപം. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം പറയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, വകാന യഖ്തിമു സ്വലാത ബിത്തസ്ലീം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം കൊണ്ടാണ് നിസ്കാരം പൂർത്തീകരിച്ചിരുന്നത്. അപ്പോൾ നിസ്കാരം തക്ബീർ കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് അവസാനിപ്പിക്കുക എന്നതാണ്. നമ്മൾ മുന്നേ ആ ഹദീസ് പഠിച്ചിരുന്നു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയിരുന്നത് എപ്രകാരമായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. ആമിർ ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു, കുൻതു അറാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിമു അൻ യമീനിഹി വഅൻ യസാരി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം പറയുന്നതായി ഞാൻ അവിടുത്തെ കാണുകയുണ്ടായി. ഹത്താ അറാ ബയാള ഖദ്ദിഹി. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയത്? അവിടുത്തെ കവിൾത്തടത്തിൻ്റെ വെളുപ്പ് ഞാൻ കാണുകയുണ്ടായി. സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്ക് നമ്മൾ മുഖം തിരിക്കുമ്പോൾ വലതുഭാഗത്തെ മുഖം കവിൾ ആ ഭാഗത്തുള്ള ആളുകൾ കാണുന്ന രൂപത്തിലായിരിക്കണം, അഥവാ നന്നായി വലത്തേക്ക് തിരിക്കണം എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഇടതുഭാഗത്തേക്കും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാമിൻ്റെ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നതാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, വബറകാതുഹു എന്നുകൂടി ഒറ്റപ്പെട്ട ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും സന്ദർഭത്തിലാണ്, സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല പൊതുവെ അറിയപ്പെട്ടത് വബറകാതുഹു ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നത് മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ സമയത്തും പൊതുവെ അവിടുന്ന് ചെയ്തിരുന്ന രീതി. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി. സലാം പറയുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക എന്നത് വിലക്കപ്പെട്ടതാണ്. നമ്മൾ മുന്നേ അത് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സലാം വീട്ടുമ്പോൾ സഹാബത്തിൽ ചിലർ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതായി കണ്ടപ്പോൾ അവിടുന്ന് അവരോട് ചോദിക്കുകയുണ്ടായി, എന്തിനാണ് നിങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത്? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൈകൾ തുടയുടെ മുകളിൽ വെക്കുക. സുമ്മ യുസല്ലിമു അലാ അഖീഹി മൻ അലാ യമീനിഹി വശിമാലിഹി. അതിനുശേഷം നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള സഹോദരങ്ങൾക്ക് സലാം പറയുക. അപ്പോൾ സലാം പറയുക എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നിസ്കാരത്തിൽ നിന്നും തഹല്ലുലാവുക, നിസ്കാരം പൂർത്തീകരിച്ച് വിരമിക്കാനാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള സഹോദരങ്ങൾക്ക് സലാം പറയൽ കൂടിയാണ് എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരു മസ്അല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. പൊതുവെ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വലാത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് വന്നിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ്, നേതാവാണ്, ആദം സന്തതികളുടെ നേതാവാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിസ്കാരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലുമ്പോൾ അങ്ങനെ ഒരു സയ്യിദിന വർദ്ധിപ്പിക്കുക എന്നത് പാടില്ലാത്തതാണ്. അത് പാടില്ല. കാരണം നിസ്കാരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം അധികമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സയ്യിദ് എന്ന വാക്ക്, ഖലീൽ എന്ന വാക്ക് പറയാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. ഷെയ്ഖ് റഹിമഹുല്ലാ ഈ കിതാബ് അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങൾ കൂടി പറയുന്നു. വൽ വാജിബാതു, നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങൾ സമാനിയത്തുൻ, 8 എണ്ണമാകുന്നു. നമ്മൾ ഷർത്തും റുക്കുനും മനസ്സിലാക്കി. ഇനി നിസ്കാരത്തിൻ്റെ നിർബന്ധ കാര്യങ്ങളാണ്, നിസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഷെയ്ഖ് പറയുന്നു, ജമീഉ തക്ബീറാത്തി ഗൈറ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെയുള്ള എല്ലാ തക്ബീറുകളും നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങളിൽ ഒന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം എന്തുകൊണ്ട് നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതല്ല? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? ഹസൻതു ബറക്കല്ലാഹു ഫീക്. നിസ്കാരത്തിലെ റുക്കിനാണ് എന്ത്? തക്ബീറത്തുൽ ഇഹ്റാം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തോന്നും ഇതൊഴിച്ച് ബാക്കിയെല്ലാം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമല്ലേ എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അത് റുക്കിനാണ്, അത് ഉപേക്ഷിച്ചാൽ നിസ്കാരം തന്നെ ഇല്ല. എന്നാൽ നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള തക്ബീറുകളെല്ലാം നിർബന്ധമാണ്. വഖൗലു സുബ്ഹാന റബ്ബിയൽ അദീം ഫിർ റുകൂഅ്, റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നു പറയൽ നിസ്കാരത്തിലെ നിർബന്ധ കാര്യമാണ്. വഖൗലു സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നു പറയൽ ലിൽ ഇമാമി വൽ മുൻഫരിദ്, ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നു പറയൽ നിർബന്ധമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. മഅ്മൂമായി നിൽക്കുന്ന ആളുകൾ അത് പറയേണ്ടതില്ല. സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നല്ല പറയേണ്ടത്. നമ്മൾ മുന്നേ വിശദീകരിച്ചതാണ്. അതാണ് ഷെയ്ഖ് 4-മതായി പറയുന്നത്. വഖൗലു റബ്ബനാ വലക്കൽ ഹംദു ലിൽ കുല്ലി, റബ്ബനാ വലക്കൽ ഹംദു, അതല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു എന്ന് എല്ലാവരും പറയൽ നിർബന്ധമാണ്. അത് ഇമാമും പറയണം, മഅ്മൂമും പറയണം, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും പറയണം. എന്ത്? റബ്ബന വലക്കൽ ഹംദ്, അതല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. അതിൻ്റെ രൂപങ്ങൾ നമ്മൾ മുന്നേ വിശദീകരിച്ചതാണ്. 5-മത്തേത് വഖൗലു സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ഫി സുജൂദ്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നു പറയൽ നിർബന്ധമാണ്. 6 വഖൗലു റബ്ബിഗ്ഫിർലി ബൈന സജ്ദതൈൻ, 2 സുജൂദുകൾക്കിടയിൽ ഉള്ള ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി എന്നു പറയൽ. 7 അത്തശഹുദുൽ അവ്വൽ, ആദ്യത്തെ തശഹുദ്. എന്താണ് ആദ്യത്തെ തശഹുദ് എന്ന് പറഞ്ഞാൽ? 2 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ അതിലെ തശഹുദ് ആദ്യത്താണോ? ആണോ? ഒരാൾ സുബ്ഹ് നിസ്കരിക്കുന്നു, അതിൽ ആദ്യമായി ഒരു തശഹുദിലിരിക്കും, അത് ആദ്യത്തെ തശഹുദാണോ? അല്ല, അതാ നിസ്കാരത്തിലെ അത്തശഹുദുൽ അഖീറാണ്. ആദ്യത്തെ തശഹുദ് എന്ന് പറഞ്ഞാൽ മഗ്രിബിൽ 2-മത്തെ റക്അത്തിൽ ഇരിക്കുന്ന ആ തശഹുദ്, ഇശായിൽ 2-മത്തെ റക്അത്തിൽ ഇരിക്കുന്ന തശഹുദ്, അതുപോലെ ദുഹറിലും അസ്റിലും
നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഇരിക്കുന്ന തശഹുദാണ് ആദ്യത്തെ തശഹുദ്. അത് വാജിബാണ്, അത് നിർബന്ധമാണ്. വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ. തശഹുദ് ഇരുന്നുകൊണ്ടാണ് നിർവഹിക്കേണ്ടത്. വൽ ജുലൂസു ലഹു, ഈ വൽ ജുലൂസു ലഹു ഏതാണ്? ആദ്യത്തെ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തമാണ്. ഇതാണ് നിസ്കാരത്തിലെ നിർബന്ധ കാര്യങ്ങൾ. നിസ്കാരത്തിലെ 8 നിർബന്ധ കാര്യങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് അതിനുശേഷം ഈ പറഞ്ഞ റുക്നും നിർബന്ധ കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട ഒരു ഖായിദ, നിയമമാണ് അവസാനമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഫൽ അർക്കാനു മാ സഖത മിൻഹാ സഹ്വൻ ഔ അംദൻ. റുക്നുകൾ എന്നത് മറന്നുകൊണ്ടോ മനഃപൂർവമോ ഒരാൾ ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ ഒരാൾക്ക് വിട്ടുപോയി, എന്ത് സംഭവിക്കും? റുക്നുകൾ ഫൽ അർക്കാനു ബതലത്തി സ്വലാത്തു ബിതർക്കിഹി, അത് ഉപേക്ഷിക്കൽ കൊണ്ട് അയാളുടെ നിസ്കാരം ബാത്തിലാകും. റുക്നുകളുടെ പ്രത്യേകത അതാണ്. റുക്ൻ ഒരാൾ മറന്നുപോയി, അതല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചു എങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും, നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഏതൊക്കെയാണ് റുക്നുകൾ? അൽ ഖിയാമു മഅൽ ഖുദ്റത്തി, ഒന്നാമത്തേത് അൽ ഖിയാമു മഅൽ ഖുദ്റത്തി, കഴിവുള്ളവർ നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഒരാൾ കഴിഞ്ഞിട്ടും നിൽക്കാതെ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അയാൾക്ക് നിസ്കാരമില്ല, നിസ്കാരം ബാത്തിലാവും. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാതെ ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇമാം റുക്കൂയിലായിരിക്കുമ്പോൾ പല ആളുകളും കയറി വരും, എന്നിട്ട് നേരെ റുക്കൂയിലേക്ക് പോകും. അങ്ങനെ പോകാൻ പാടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തതിന് ശേഷം റുക്കൂയിലേക്ക് പോവുക, എങ്കിൽ ആ റക്അത്ത് കിട്ടും. മനസ്സിലായോ? തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിൽ നിസ്കാരമില്ല. ഇത് ശ്രദ്ധിക്കാതെ പല ആളുകളും നേരെ വന്ന് റുക്കൂയിൽ പോകും, എന്നിട്ട് ബാക്കി നിസ്കരിക്കും, സലാമൂട്ടും, എഴുന്നേറ്റ് പോകും. നിസ്കാരം കിട്ടിയോ? ഇല്ല. വേറെ ചില ആളുകൾ സാന്ദർഭികമായി ഉണർത്തട്ടെ, ഇമാമ് റുക്കൂയിലായിരിക്കുമ്പോൾ സൊഫിലെത്തിയിട്ടുണ്ടാവും, എന്നാലും മൂപ്പര മുടിവാരലും കൈ മടക്കലും വാച്ച് കെട്ടലും തീർന്നിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ആ റക്അത്ത് നഷ്ടപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം. റക്അത്ത് കിട്ടുമെങ്കിൽ വന്ന് ആ റക്അത്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കണം, ഇമാമിൻ്റെ കൂടെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. അതല്ലാതെ പിന്നെ അവിടെ നിന്ന് മുടിവാരി കളിക്കാൻ പാടില്ല. വേറെന്തെങ്കിലും ശ്രദ്ധിച്ച് അങ്ങനെ മൊബൈൽ നോക്കി, മൊബൈൽ സൈലൻ്റാക്കി, എന്നിട്ട് സമയം പാഴാക്കി കളയാൻ, ആ റക്അത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. മൂന്നാമത്തെ റുക്ൻ ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ റുക്നാണ്. അതൊരാൾ മറന്നുകൊണ്ടോ മനഃപൂർവ്വമോ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക, അയാളുടെ നിസ്കാരം ബാത്തിലാകും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം റുക്കൂയിലായിരിക്കുമ്പോൾ ഒരാൾ വന്നു തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, എന്നിട്ട് റുക്കൂയിലേക്ക് പോയി, ഫാത്തിഹ ഓതിയിട്ടില്ല, ആ വ്യക്തിക്ക് റക്അത്ത് കിട്ടോ? കിട്ടും. എന്താണ് തെളിവ്? നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹദീസാണ് അതിന് തെളിവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ വാക്കാണ്. അദ്ദേഹം സഫിലെത്തുന്നതിന് മുന്നേ കൈകെട്ടി നേരെ റുക്കൂ ചെയ്തു. കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദക്കല്ലാഹു ഹിർസൻ വലാ തഉദ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അള്ളാഹു താങ്കളുടെ പ്രയത്നം അത് വർദ്ധിപ്പിച്ചു നൽകട്ടെ, ഇനി ആവർത്തിക്കരുത്. അഥവാ സഫിലെത്താതെ കൈകെട്ടരുത്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞതാണ്. ആ ഹദീസിൽ തെളിവുണ്ട്, ഫാത്തിഹ ഈ സന്ദർഭത്തിൽ ഒരാൾ ഉപേക്ഷിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. നാലാമത്തേത് അർ റുക്കൂ. റുക്കൂ എന്നത് റുക്നാണ്. 5 വറഫഉ മിൻഹു, റുക്കൂയിൽ നിന്നും ഉയരൽ അഥവാ അൽ ഇഅ്തിദാൽ, റുക്കൂയിൽ നിന്നും ഉയർന്ന് നേരെ നിവർന്ന് നിൽക്കൽ. 6 അസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അതി. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ? 7 അവയവങ്ങൾക്കുമേൽ സുജൂദ് ചെയ്യൽ. 7 അവയവങ്ങൾ ഏതൊക്കെയാണ്? അൽ ജബ്ഹതു മഅൽ അൻഫ്, നെറ്റിയും മൂക്കും, ഇതൊരു അവയവമാണ്. പിന്നെ 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, പിന്നെ 2 കാലിൻ്റെ വിരലുകളുടെ ഉൾഭാഗം. ഇങ്ങനെ 7 അവയവങ്ങൾ സുജൂദിൽ ഭൂമിയിൽ തട്ടിയിരിക്കണം.
അതാണ് അസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അതി എന്ന് പറഞ്ഞാൽ. ഏഴാമത്തേത് അൽ-ഇഅ്തിദാലു മിൻഹു, സുജൂദിൽ നിന്നും ഉയർന്ന് നേരെ ഇരിക്കൽ. അൽ-ഇഅ്തിദാലു മിനസ് സുജൂദ്, സുജൂദിൽ നിന്നും ഉയർന്ന് നേരെ ഇരിക്കൽ. 8 അൽ ജൽസത്തു ബൈന സജ്ദതൈൻ. അൽ ജൽസത്തു ബൈന സജ്ദതൈൻ എന്ന് പറഞ്ഞാൽ 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ. 9 അത്തുമഇനീനതു ഫി ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവർത്തികളിലും എല്ലാ റുക്നുകളിലും തുമഇനീനത്തുണ്ടായിരിക്കണം, അടക്കം പാലിക്കണം. തിരക്കുകൂട്ടി ഒന്നും പൂർത്തീകരിക്കാതെ ചെയ്യരുത്. എന്താണ് തുമഇനീനത്തിന് നമ്മൾ പറഞ്ഞ ആ സമയപരിധി ഏതാണ്? നിർബന്ധമായ ദിക്റുകൾ ചൊല്ലാനുള്ള സമയം. ഒരാൾ റുക്കൂയിൽ പോയി സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയാനുള്ള സമയം അയാൾക്ക് കിട്ടണം. അതല്ലാതെ ഇങ്ങനെ പോയ പോലെ തിരിച്ച് പന്തടിച്ചതുപോലെ തിരിച്ചു വരിക എന്നത് ശരിയല്ല. അതുപോലെ ഇഅ്തിദാൽ, നേരെ ആവുന്നതിന് മുന്നേ ആൾ സുജൂദിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രവൃത്തി ശരിയല്ല. അത്തുമഇനീനതു ഫീ ജമീഇൽ അഫ്ആൽ. 10 അത്തർതീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ തർത്തീബ് പാലിക്കണം. അഥവാ വഴിക്ക് വഴിയായി ഓരോന്നും ചെയ്യണം. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അങ്ങനെ ഓരോന്നും വഴിക്ക് വഴിയായി തന്നെ ചെയ്യണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നിസ്കാരം ബാത്തിലായി പോകും. 11 അത്തശഹുദുൽ അഖീറു, 11ാമത്തേത് അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ്. 12 വൽ ജുലൂസു ലഹു, അതിനുവേണ്ടി ഇരിക്കൽ. 13 അസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. 14 അത്തസ്ലീമത്താൻ, 2 സലാം. ഇത് കാണാതെ പഠിക്കണം, ഇത് കാണാതെ നമ്മൾ പഠിക്കണം, മറന്നു പോകാൻ പാടില്ല. 14 റുക്നുകൾ, ഇതിലേതെങ്കിലും ഒന്ന് മറന്നുകൊണ്ടോ മനഃപൂർവമോ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകും. വൽ വാജിബാത്തു, ഇപ്പോൾ പറഞ്ഞ ഈ 8 വാജിബാത്തുകൾ, നിർബന്ധ കാര്യങ്ങൾ, മാ സഖത മിൻഹാ സഹ്വൻ, ഒരാൾ മറന്നുകൊണ്ട് വിട്ടുപോയി എന്ന് വിചാരിക്കുക. ജബറഹു അസ്സുജൂദു സഹ്വി, സഹുവിൻ്റെ സുജൂദ് കൊണ്ട് അത് പരിഹരിക്കപ്പെടും. നിർബന്ധമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് വിട്ടുപോയാൽ സഹുവിൻ്റെ സുജൂദ് കൊണ്ട്, സഹുവിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ മറവിയുടെ സുജൂദ്, അതുകൊണ്ട് പരിഹരിക്കപ്പെടും. വഅംദൻ, ഇനി ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, ബതലത്തി സ്വലാത്തു ബിതർക്കി, എന്ത് സംഭവിക്കും? നിസ്കാരം ബാത്തിലായി പോകും. അത് ഉപേക്ഷിക്കൽ കൊണ്ട് അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അപ്പം ഇത് സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും സമയം അതല്ലെങ്കിൽ ഇത്രയും ദർസുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആകെത്തുകയാണ്. റുക്നുകൾ ഒരിക്കലും വിട്ടുപോവാൻ മറന്നുപോവാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും, അഥവാ ആ റക്അത്ത് ഇല്ലാതായി പോകും. ഒരാൾ റുക്നുകളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി എന്നിട്ട് സലാം വീട്ടി എന്ന് വിചാരിക്കുക. സലാം വീട്ടിയ തൊട്ടുടനെയാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, അതല്ലെങ്കിൽ ആരെങ്കിലും അയാളെ ഉണർത്തുന്നത് എങ്കിൽ വേഗം വന്ന് ഒരു റക്അത്ത്, ഏത് റക്അത്തിലാണോ റുക്ൻ വിട്ടുപോയത് അത് പൂർത്തീകരിച്ച് സഹുവിൻ്റെ സുജൂദ് ചെയ്യുക എന്നതാണ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞു എന്നിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, അതല്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുന്നത് എങ്കിൽ നിസ്കാരം മുഴുവനായി മടക്കി നിസ്കരിക്കണം. വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. അത് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. സഹുവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എപ്പോഴൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ വിശദമായി പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പഠിക്കണം. പിന്നൊരവസരത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതാണ് സഹോദരങ്ങളെ ഷെയ്ഖ് റഹിമഹുല്ലാ ശുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ഈ കൊച്ചു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ. ഷെയ്ഖ് അവസാനമായി വല്ലാഹു അഅലം എന്ന് പറഞ്ഞുകൊണ്ട് ആ റിസാല പൂർത്തീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും ദർസുകളിൽ നമ്മൾ കേട്ട ഈ കൊച്ചു റിസാല, ചെറിയ ഒരു ഗ്രന്ഥം, അത് ചെറുതാണെങ്കിലും അതിൽ അടങ്ങിയിട്ടുള്ള വിജ്ഞാനം എന്നത് അതിമഹത്തരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നിത്യവും ആവശ്യമുള്ള കാര്യങ്ങളാണിത്. നിരന്തരം ഇതുപോലെ മറവി സംഭവിച്ചാൽ വേറൊരാളെ വിളിച്ച് ചോദിച്ച് സമയം
പാഴാക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ആളുകൾ എത്തിപ്പെടുക. നമ്മളത് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അത് വളരെ ഉപകാരമായിരിക്കും. നിർബന്ധ കാര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, തശഹൂദ്, ആദ്യത്തെ തശഹൂദ് അത് നിർബന്ധമാണ്. അതൊരാൾ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ ആദ്യത്തെ തശഹൂദ് മറന്നുകൊണ്ട് നിസ്കാരം പൂർത്തീകരിച്ചു. അവിടുത്തോട് പറഞ്ഞപ്പോൾ, അവിടുത്തേക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവിടുന്ന് സഹുവിൻ്റെ സുജൂദ് ചെയ്തതായി നമുക്ക് കാണാം. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ ഇത് നിർബന്ധമാണ്, റുക്നല്ല എന്ന് മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കിതാബിൽ നമ്മൾ പഠിച്ച ഷർത്തുകളാവട്ടെ റുക്നുകളാവട്ടെ വുദൂഇൻ്റെ ഫർളുകളും ഷർത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ആവട്ടെ, ഇതെല്ലാം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ആവർത്തിച്ചുള്ള പാരായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നേരെ ഹദീസിൽ ഷർത്തുകൾ 9 എണ്ണമാണ് എന്ന് വന്നിട്ടില്ല. ഷർത്തുകൾ 9, റുക്നുകൾ 14, നിർബന്ധ കാര്യങ്ങൾ 8 എന്നൊന്നും നേരെ ഒരൊറ്റ ഹദീസിൽ വന്നതല്ല. മറിച്ച് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങൾ, അതിൽ നിന്നാണ് ഇത് പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്ത് എടുത്തത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. നിസ്കാരത്തിലെ നിർബന്ധമായ ഈ തശഹൂദ് മറന്നുകൊണ്ട് ഒരാൾ എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. അതുകൂടി പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കാം. ഒന്നാമത്തെ തശഹൂദ് ഒരാൾ മറന്നു, എന്നിട്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലാണ് അയാൾക്ക് ഓർമ്മ വന്നത് എങ്കിൽ അവിടെ ഇരിക്കാവുന്നതാണ്. എഴുന്നേൽക്കുമ്പോൾ ഓർമ്മ വന്നു, തശഹൂദിൻ്റെ സമയമാണ്, അത് മറന്നിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നാൽ ഉടനെ അവിടെ ഇരിക്കാം, എന്നിട്ട് തശഹൂദ് ചെയ്യാം. ഇനി ഒരാൾ എഴുന്നേറ്റു അടുത്ത റുക്നിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക, എങ്കിൽ തിരിച്ചു മടങ്ങണോ? വേണ്ട, നിസ്കാരം പൂർത്തീകരിക്കാം. എന്നിട്ട് സഹുവിൻ്റെ സുജൂദ് ചെയ്യാം. അത് സലാം വീട്ടുന്നതിൻ്റെ മുന്നേ ആണോ ശേഷമാണോ എന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. മറന്നാൽ സലാം വീട്ടുന്നതിന് മുന്നേ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം, അധികരിച്ചാൽ സലാം വീട്ടിയതിന് ശേഷം ചെയ്യണം എന്നെല്ലാം അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞ ആ ഭാഗം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഇതിലില്ലാത്ത ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളായി എണ്ണിയതായി നമുക്ക് കാണാം. അതിൽപ്പെട്ടതാണ് ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന. അതുപോലെ സുബ്ഹാന റബ്ബിയൽ അദീം എന്നത് ഒരു തവണ പറയൽ നിർബന്ധമാണ്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ. അതിൽ അധികരിപ്പിക്കൽ 3 പൂർത്തീകരിച്ചു പറയൽ, അത് നിസ്കാരത്തിലെ സുന്നത്തിൽ എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റബ്ബന വലക്കൽ ഹംദു, അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ് എന്ന് തുടങ്ങിയുള്ള ദിക്റുകൾ, ദുആകൾ, അത് സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവസാനമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അതിലധികമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ തുടങ്ങി ഷർത്തോ റുക്നോ വാജിബോ അല്ലാത്ത നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പണ്ഡിതന്മാർ സുന്നത്തിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിസ്കാരം എന്നത് സഹോദരങ്ങളെ മുന്നേ നമ്മൾ ആവർത്തിച്ച് ഒരുപാട് തവണ കേട്ട കാര്യമാണ്. അള്ളാഹുമായുള്ള മുനാജാത്ത്, രഹസ്യ സംഭാഷണമാണ്. നമ്മുടെ ദീനിൻ്റെ തൂണാണ്, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. നിസ്കാരമില്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഒന്നിലധികം തവണ വായിച്ചിട്ടുണ്ട്. 40 വർഷങ്ങളായി ഒരു വ്യക്തി നിസ്കരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിസ്കാരത്തിൽ പല അബദ്ധങ്ങളുമുണ്ട്. അദ്ദേഹത്തോട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഗൗരവപ്പെട്ട വാക്കാണ്. കഴിഞ്ഞ 40 വർഷങ്ങളായി നീ നിസ്കരിച്ചിട്ടില്ല, ഇതേ നിസ്കാരവുമായിട്ടാണ് നീ മരിക്കുന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടല്ലാതെയാണ് നീ മരിച്ചു പോവുക എന്നതെല്ലാം അദ്ദേഹം താക്കീത് ചെയ്തതായി കാണാം. സഹാബത്ത് റളിയല്ലാഹു അൻഹും വളരെ ഗൗരവത്തിൽ കണ്ട കാര്യമാണ് നിസ്കാരം, നിസ്കാരത്തിൻ്റെ വിഷയം. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഈ ദർസ് പൂർത്തീകരിക്കുമ്പോൾ പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ആവർത്തിച്ചു പറയാനുള്ളത് ഈ ഹദീസാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക. നമ്മൾ പലതും കേട്ടിട്ടുണ്ടാകും, പലതും കണ്ടിട്ടുണ്ടാകും, പല രൂപത്തിലായിരിക്കും നിസ്കരിച്ചു വരുന്നത്. ഞാൻ പണ്ടേ അങ്ങനെയാണ് എന്നല്ല, മറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മടങ്ങുക, ഏറ്റവും ശരിയായത് സ്വീകരിക്കുക, വിശാലതയുള്ള വിഷയങ്ങളിൽ വിശാലതയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്സാലിഹാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്കും ഈ കിതാബ് രചിച്ച ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി നൽകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.